പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എല്ലാവർക്കും കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സ്നേഹവന്ദനം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിക്കാം. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം കഴിഞ്ഞ ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. മക്കളെ പ്രാർത്ഥന ആവശ്യം പറയുക. ഇന്നത്തെ ആവശ്യം അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശ വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഇനി നമുക്ക് അനുദിന അനുഗ്രഹ പ്രാർത്ഥന ചൊല്ലി അനുഗ്രഹം പ്രാപിക്കാം. സന്തോഷമായിരിക്കുക. സാഹചര്യം എന്തു തന്നെയായാലും ആ സമയത്തും സുവിശേഷം പ്രസംഗിക്കാൻ പറഞ്ഞതിൻ്റെ കാര്യം എന്താണ്? ആ സമയത്തും കർത്താവ് കൂടെ ഉണ്ടാവുന്നില്ലേ? സിമ്പിളല്ലേ? അപ്പം അതുകൊണ്ട് ഹാപ്പി ആയിരിക്കുക. എൻ്റെ കർത്താവ്, അങ്ങയുടെ മക്കളെ ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഈശോയെ. ഈ ധ്യാനം ഷെയർ ചെയ്യുന്നവരുണ്ട് ഈശോയെ. അങ്ങനെ ഷെയർ ചെയ്യുന്നവരെ സ്വീകരിക്കുന്നവരുണ്ട്. പ്രാർത്ഥന തുടങ്ങുന്ന മുമ്പ് തന്നെ കർത്താവ് സ്വന്തം വാട്സപ്പ് ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുന്നവരുണ്ട് ഈശോയെ. അവരെല്ലാം നീ ഇരട്ടി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവ്, ഇത് വലിയൊരു സുവിശേഷ സംരംഭമായിട്ട് നീ തന്നതാണ്. ഞങ്ങൾ ലക്ഷ മനുഷ്യരാണ് കർത്താവ് കൂട്ടായ്മയിലും സ്നേഹത്തിലും വളരുന്നത്. അവരെ നിലനിർത്താൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഉടമ്പടി ധ്യാനം കൂടുന്നവരെയും അതുപോലെ തന്നെ കർത്താവ് അനുദിന അനുഗ്രഹ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും നീ ആശീർവദിക്കണമേ. കർത്താവ്, ഞങ്ങൾ ഇന്ന് സങ്കടമുള്ള കുടുംബങ്ങൾ, മ്ലാനമായ കായനോട് പോലും ചോദിച്ചില്ലേ കർത്താവ്, നീ നിൻ്റെ മുഖം എന്തുകൊണ്ടാണ് മ്ലാനമായിരിക്കണമെന്ന്. അപ്പോൾ അങ്ങ് എന്തോ ഒരു വലിയ ദൈവമാണ്. സഹോദരനെ കൊന്നവനോട് പോലും നീ അവൻ്റെ മുഖം മ്ലാനമായപ്പോൾ അങ്ങനെ ചോദിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നിൻ്റെ ഹൃദയത്തിൽ സ്നേഹം മാത്രമേ ഉള്ളൂ കർത്താവ്. അതുകൊണ്ട് ഏത് പാപാവസ്ഥ ഇരുന്നവനായാലും കർത്താവ്, ഈ പ്രഭാതത്തിൽ നീ അനുഗ്രഹിക്കണം. അവൻ്റെ യോഗ്യത നോക്കിയല്ല, നിൻ്റെ കൃപയും നീ അവന് വേണ്ടി ക്രൂശിക്കപ്പെട്ടതും നീ അവന് വേണ്ടി തിരുടാൻ മുറിവേറ്റതും നീ അവന് വേണ്ടി മുൾക്കിടാൻ ചൂടിയവരും നീ ഓർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പാപശാപങ്ങളെല്ലാം ഈ പ്രഭാതത്തിൽ മാറിപ്പോട്ടെ. നല്ല അനുതാപം നൽകി ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ. കർത്താവ്, എല്ലാ മക്കളെയും അവരുടെ യാത്രകളെ ഞാൻ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ യാത്രകൾ സ്ഥാപനങ്ങളിൽ പോകുന്നവരുണ്ട്, തൊഴിൽശാലകളിൽ പോകുന്നവരുണ്ട്, സ്വന്തം വീട്ടിൽ തന്നെ തൊഴിലിടം കണ്ടെത്തിക്കൊണ്ട് അവിടെ ജോലി ചെയ്യുന്നവരുണ്ട്. കർത്താവ്, ഇടയ്ക്കിടയ്ക്ക് വിറ്റുവരവ് നോക്കുമ്പോൾ മുഖം മ്ലാനമാകുന്നവർ ഞാൻ കാണുന്നുണ്ട് ഈശോയെ. കച്ചവടങ്ങൾ നഷ്ടപ്പെട്ടവരും
ആൾക്കാർ കടം മേടിച്ചുകൊണ്ട് പോയവരെയും എല്ലാവരെയും കർത്താവ് അങ്ങനെയുള്ള ഓരോ വിഷയങ്ങൾ വിഷമിക്കുന്നുണ്ട് ഈശോയെ. എങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റും, എങ്ങനെ കുഞ്ഞുങ്ങളെ പോറ്റും, കുഞ്ഞുങ്ങളുടെ പരീക്ഷാ ഫീസ്, പഠനം, അടുത്ത കുഞ്ഞുങ്ങളെ എങ്ങനെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കും, ഇങ്ങനെ വ്യത്യസ്തമായ കാര്യങ്ങളിൽ വേദനിക്കുന്നവരുണ്ട് ഈശോയെ. കൃപാസനത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരാഴ്ച പട്ടിണി കിടന്ന മനുഷ്യൻ ഒരു ചേച്ചി സാക്ഷ്യം പറഞ്ഞ് ഉടമ്പടി എടുത്തപ്പോൾ വല്ലാത്ത ഒരു ജീവിതം അവർക്ക് കൂടി ദൈവം കൊടുത്ത് എനിക്ക് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. ഞാൻ ഓർത്തത് ഈ കാലങ്ങളെല്ലാം മനുഷ്യൻ്റെ പട്ടിണി പകുതി മുക്കാലും മാറിയെന്നാണ്. പക്ഷേ ഇപ്പോഴും ഇങ്ങനെയുള്ള എൻ്റെ മനസ്സ് പൊട്ടിഞ്ഞു പോയി കർത്താവേ. അതുപോലെ ഓരോ മക്കളും ഉണ്ടാവും ഈശോയെ. പട്ടിണിയുള്ളവർ ഇന്നും ഉണ്ടാകും, രോഗമുള്ളവരുണ്ടാകും, മരുന്ന് മേടിക്കാൻ പണമില്ലാത്തവരും സാഹചര്യം പ്രാർത്ഥിക്കുന്നു. പല ഇല്ലായ്മകളുണ്ടമ്മേ. പരിശുദ്ധമേ, വീഞ്ഞില്ലെന്ന് അമ്മ ഈശോയോട് പറഞ്ഞ പോലെ ജോലിയില്ലാത്തവരോട്, ജോലിയില്ലാത്തവർ, ആരോഗ്യമില്ലാത്തവർ, എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്തവർ, മൊഹാലസ്യപ്പെട്ട് വീഴുന്നവർ, എപ്പിലെപ്സി രോഗികൾ, അപസ്മാര രോഗികൾ, ഓട്ടിസം രോഗികൾ, ആ കുഞ്ഞുങ്ങളെ ചുമന്ന് നടക്കുന്ന മാതാപിതാക്കന്മാർ, എന്തെല്ലാം സന്തോഷമുണ്ടായാലും വീടുമ്പത്തിൽ സന്തോഷമില്ലാതെ സന്താപം തളം കെട്ടി നിൽക്കുന്ന കുടുംബങ്ങളെ നീ ആശീർവദിക്കാൻ കർത്താവേ. എല്ലാം ഇന്ന് അത് നിങ്ങളുടെ കഷ്ടം മാറിപ്പോകുമെന്ന് പറയുമ്പോഴും ആരും അത് വിശ്വസിക്കാത്ത വിധത്തിൽ അവരുടെ ജീവിതം ഭാവിയെ നോക്കുമ്പോൾ ഇരുണ്ടതായി കാണുന്നവരുണ്ട് ഈശോയെ. ഒരു രക്ഷപ്പെടാനുള്ള ഒരു മാർഗ്ഗം കാണാത്തവരും ഉണ്ട് കർത്താവേ. അവരെല്ലാം നീ സന്ധിക്കണം ഈശോയെ. കർത്താവ് നാട്ടിലും വിദേശത്തും ജോലി നഷ്ടപ്പെട്ടവരുണ്ട് ഈശോയെ. അവർ ജോലി അന്വേഷിച്ച് പോയിട്ട് അവർക്ക് മാർഗ്ഗമില്ലാതെ വിഷമിക്കുന്നവരുണ്ട് ഈശോയെ. ഇപ്പോൾ ചെയ്യുന്ന ജോലി കൊണ്ട് കർത്താവെ ഒരു നേരം മാത്രം ആഹാരം കഴിക്കാൻ പറ്റുന്നവർ മാത്രം കാണുന്നുണ്ട് ഈശോയെ. അവരെല്ലാം നീ സന്ധിക്കണം കർത്താവ്. വിവാഹം ഒത്തുവരാത്തവരെ സംബന്ധിച്ച് ഒത്തിരി പേരുണ്ട് ഈശോയെ. വിവാഹം ഒത്തുവരാത്ത ഒത്തിരി പേരുണ്ട്. ആണുങ്ങളും പെണ്ണുങ്ങളുമുണ്ട്. ശരിക്കും പറഞ്ഞു ആണുങ്ങളുടെ എണ്ണം കൂടിക്കൂടി വരുന്നു കർത്താവ്. സമൂഹത്തിൽ ഉണ്ടായിട്ടുള്ള ഇതുപോലെയുള്ള വലിയ സാമൂഹ്യ ദുരന്തങ്ങളെ കർത്താവെ അത് പരിഹരിക്കാനുള്ള പുതിയ മാർഗ്ഗങ്ങൾ നീ കാണിച്ച് തരണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തി നിങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവശക്തിയാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവശക്തിയാൽ നിങ്ങളുടെ വാതായനങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവശക്തിയാൽ നിൻ്റെ കാൽപാദങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവശക്തിയാൽ നിൻ്റെ കൈകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവശക്തിയാൽ നീ ചെയ്യുന്ന ജോലികൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവശക്തിയാൽ നിൻ്റെ തൊഴിൽശാല അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവശക്തിയാൽ നീ ജോലിക്ക് പോകുന്ന ഇടങ്ങളിലുണ്ടാകുന്ന നീ അഭിമുഖീകരിക്കാൻ പോകുന്ന വലിയ പ്രശ്നങ്ങൾ, നിനക്ക് പ്രശ്നം ഉണ്ടാക്കി തരുന്നവരെ അവരുണ്ടാക്കി വെക്കുന്ന കുതികാലി വെട്ടലും പലതരത്തിലുള്ള ചതിപ്രയോഗങ്ങളിൽ നിന്ന് കർത്താവിൻ്റെ നാമത്തിൽ നീ സംരക്ഷിക്കപ്പെടട്ടെ. പരിശുദ്ധ അമ്മ പ്രത്യേകം ഇരിക്കുന്നവർക്ക് പരിശുദ്ധമ ദേവമാതാവ് നിങ്ങളുടെ കൂടെ സഞ്ചരിക്കുകയും കൃപാസന അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ മധ്യസ്ഥയിൽ പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് അമ്മയുടെ പ്രത്യേക സാന്നിധ്യവും സന്ധിപ്പും ലഭിക്കണമേ. എൻ്റെ കർത്താവിൻ്റെ വരുന്ന കൊച്ചുമക്കളില്ലാത്തവർ, കുഞ്ഞുമക്കളില്ലാത്തവരുണ്ട് വിഷമിക്കുന്നവർ കർത്താവെ. ഭർത്താവ് മരിച്ചുപോയവർ വിഷമിക്കുന്നവർ കർത്താവെ. അതുപോലെ തന്നെ ഭാര്യമാർ പിരിഞ്ഞ് താമസിക്കുന്നവർ വിഷമിക്കുന്നവർ ഈശോയെ. ഭാര്യ മരിച്ചുപോയവർ വിഷമിക്കുന്നവർ കർത്താവെ. ഇങ്ങനെ ഓരോ തരത്തിൽ വിഷമിക്കുന്നവരുണ്ട് ഈശോയെ. പഠിച്ചിട്ട് മനസ്സിലാകാത്തവർ ക്ലാസ്സിൽ പിറകിലായി പരീക്ഷ പേപ്പർ കാണിക്കുമ്പോൾ ക്ലാസ്സിൽ ഏറ്റവും മോശമായി പോകുന്നതിൻ്റെ പേരിൽ ചത്താ മതി എന്ന് ഓർത്തിട്ട് വേദനിക്കുന്നവരുണ്ട്. ഒന്നിനും വിശ്വാസമില്ല, പ്രാർത്ഥന പാളിപ്പോയിരിക്കുന്നു, ഒന്നും ഇത് ഗതി പിടിക്കാത്ത രീതിയിൽ എങ്ങനെ ജീവിക്കും, എങ്ങനെ എന്ത് ഭാവിയെ നോക്കുമ്പോൾ ഇരുട്ട് തോന്നുന്ന പോലെ മക്കളുണ്ട് ഈശോയെ. അതുകൊണ്ട് ഇപ്രശ്നം അടിച്ചപ്പോൾ കോമ്പറ്റീഷനിലും മത്സരങ്ങളിലും പരാജയപ്പെട്ട് വീട്ടിലെ സമ്മർദ്ദങ്ങൾക്കൊത്ത് സഞ്ചരിക്കാൻ പറ്റാത്ത രീതിയിൽ ഇടിഞ്ഞ് മുറിയടച്ചിട്ടിരിക്കുന്നവരുണ്ട് ഈശോ. ഈശോ ഇങ്ങനെ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ വേദനിച്ച് ജീവിക്കുന്ന എല്ലാവരും ഇന്നത്തെ പ്രാർത്ഥന കൊണ്ട് രക്ഷപ്പെട്ട് സാക്ഷ്യം പറയാൻ ഇടയാക്കാൻ പരിശുദ്ധമ ദേവമാതാ ഏൽപ്പിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിങ്ങളുടെ യാത്രകൾ, നിങ്ങളുടെ യാവനകൾ, നിങ്ങളുടെ ഉദ്യമങ്ങൾ, നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ, നിങ്ങൾ ചെയ്തു തീർക്കേണ്ട എല്ലാ വിഷയങ്ങൾ, സഞ്ചരിക്കേണ്ട വഴികൾ, നിങ്ങളുടെ ശ്വാസനിശ്വാസങ്ങൾ യേശുനാമത്തെ അനുഗ്രഹിക്കപ്പെടട്ടെ. ഓക്കെ എൻ്റെ മക്കളെ, നമ്മളിന്ന് ഡെയിലി ബ്രെഡിലേക്ക് പോവുകയാണ്. അതായത് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ വെളിപാട് പോകുന്നത് സഞ്ചരിക്കുന്ന വെളിപാട് സഞ്ചാരം ഇങ്ങനെയാണ്. അത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴേ പഴയ കാര്യം ഓർക്കണമെന്നാണ് ബൈബിൾ പറയണത്. നിങ്ങൾക്കിപ്പോൾ ദാരിദ്ര്യമുണ്ട്, അല്ലെങ്കിൽ തെറ്റിദ്ധാരണയുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരോടും സംസാരിക്കാൻ തോന്നണില്ല, അല്ലെങ്കിൽ പലരും നിങ്ങളെ കുറ്റപ്പെടുത്തുന്നു, അല്ലെങ്കിൽ നിങ്ങളെക്കൊണ്ട് ഗുണമില്ലെന്ന് പറയുന്നു, വീട്ടിൽ തന്നെ വരയില്ല, അപ്പോൾ നിങ്ങളിങ്ങനെ ആരോടും ഉണ്ടായിരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ സ്മോൾ അടിച്ച് അതിനെ പ്രതിരോധിക്കാൻ നോക്കുന്നു. ഇങ്ങനെ കാണാത്ത കാലം കെട്ടിപ്പോയ ആൾക്കാരെ പഴയ കാര്യങ്ങൾ ഓർക്കണമെന്ന് ബൈബിൾ പറയണത്. എന്നുവെച്ചാൽ കഴിഞ്ഞ കാലങ്ങളിൽ ഇതുപോലൊരു സിറ്റുവേഷൻ ഉണ്ടായല്ലോ, പുതിയൊന്നും അല്ലല്ലോ ഇത്. അപ്പം നിങ്ങൾ എന്താണ് ചെയ്തത്, എങ്ങനെ അതിജീവിച്ച ദൈവം നിങ്ങളെ എങ്ങനെ സഹായിച്ചതെന്നാണ് കർത്താവ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്കൊരു പ്രശ്നം വരുമ്പോൾ പഴയ കാലത്ത് ഇതുപോലെ സിറ്റുവേഷനിൽ ദൈവം എങ്ങനെ നമ്മളെ സഹായിച്ചു, ആ ദൈവത്തിന് മാറ്റമില്ല, നമുക്കാണ് മാറ്റം വന്നിരിക്കുന്നത്. നമുക്ക് വായിക്കേണ്ട സുവിശേഷം 16:9-10 മത്തായി ശ്ലീഹായുടെ സുവിശേഷം 16:9-10. നിങ്ങൾ ഗ്രഹിക്കുന്നില്ലയോ? അതെ കേട്ടോ, നിങ്ങൾ ഗ്രഹിക്കുന്നില്ലേ? 5000 പേരുടെ 5 അപ്പം നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ? അപ്പം അപ്പമില്ലാത്തതിന് ഓർത്ത് ഉൾക്കടപ്പെടുന്ന ചോദിക്കണതേ. അപ്പം ഇല്ലെന്ന് പറഞ്ഞ യുവന്മാർ വള്ളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കണേ. അക്കരക്ക് ഉന്ത്യത്തിൽ വിട്ടിരിക്കണേ നിങ്ങളെ. അപ്പോഴാണ് ഇവർ തർക്കം കേട്ടപ്പോഴാണ് കർത്താവ് ചോദിച്ചത്, നിങ്ങൾ എന്തിനാണ് തർക്കിക്കണത്? നിങ്ങൾക്ക് അറിയത്തില്ലേ
എന്താണ്? പഴയ കാര്യങ്ങൾ അറിയത്തില്ലെന്ന്. അത് വായിച്ചു വന്നു 9:10. നിങ്ങൾ ഗ്രഹിക്കുന്നില്ലയോ? മത്തായി സ്വീകരണ സുവിശേഷം 9:10. എന്താ? നിങ്ങൾ ഗ്രഹിക്കുന്നില്ലേ? 5000 പേരുടെ 5 അപ്പം 5000 പേരുടെ 5 അപ്പം നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ? നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ? എത്ര കുട്ട അപ്പക്കഷ്ണങ്ങൾ നിങ്ങൾ ശേഖരിച്ചു? എത്ര കുട്ട അപ്പക്കഷ്ണങ്ങൾ നിങ്ങൾ ശേഖരിച്ചു? 4000 പേരുടെ 7 അപ്പവും 4000 പേരുടെ 7 അപ്പം നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ? നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നില്ലേ? അന്ന് എത്ര കുട്ടകളാണ് നിങ്ങൾ നിറച്ചത്? എത്ര കുട്ടകളാണ് നിങ്ങൾ നിറച്ചത്? എന്ന് വെച്ച് കഴിഞ്ഞാലേ ഇപ്പോഴെന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും, പഴയത് ഓർക്കാൻ പറയാം, പഴയ അനുഗ്രഹങ്ങൾ ഓർക്കണമെന്ന്. ആ ദൈവം തന്നെ ഇന്നും ഉള്ളത്. ദൈവത്തിന് മാറ്റമൊന്നുമില്ല, നമ്മൾക്കാണ് മാറ്റം വന്നിരിക്കുന്നത്. അപ്പോൾ മാറ്റമില്ലാതിരുന്ന ആ ദൈവത്തിന് മാറ്റമില്ലാതെ അനുഗ്രഹം തുടരുകയാണ്. ആ ദൈവം എന്നെ ഇന്നും അനുഗ്രഹിക്കുമെന്ന് വിചാരിച്ച് സന്തോഷിക്കണം. എന്തെങ്കിലും വിഷമം മനസ്സിലുണ്ടെങ്കിൽ അപ്പോൾ ഓർത്തേക്കണം, എനിക്ക് എത്ര കഷ്ടപ്പാടിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. അങ്ങനെ ഒരു വചനമുണ്ടേ. അതായത് നമ്മുടെ അടുത്ത് ഐസയ 63:9 എടുത്ത്, അവരുടെ കഷ്ടതകളിൽ ദൂതനെ അയച്ചില്ല, അവിടുന്ന് തന്നെയാണ് അവരെ രക്ഷിച്ചത്. തന്റെ കരുണയിലും സ്നേഹത്തിലും അവിടുന്ന് അവരെ വീണ്ടെടുത്തു. അതായത് കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നേരിട്ട് നമ്മൾ അനുഗ്രഹിച്ച ഒത്തിരി സാഹചര്യങ്ങളുണ്ട്. ഉടമ്പടി എടുക്കുമ്പോൾ നമ്മൾ പറയുമേ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന്. മെറിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാഷ് ആൻഡ് കൈൻഡ് മീഡിയേഷനും ഒക്കെയാണ്. പക്ഷേ ബട്ട് ബൈ ഗ്രേസ് എന്ന് വെച്ചാൽ നമുക്ക് യോഗ്യതയില്ല, പക്ഷെ ദൈവം നമ്മളെങ്ങനെ കരകയറി നമുക്കറിയത്തില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു മകൾ സാക്ഷ്യം പറഞ്ഞ്, അവൾക്ക് പ്രഗ്നൻസി, അവൾക്ക് ഡെലിവറിയാണ്. അപ്പോൾ അവൾ ഉടനെ PSC ഓഫീസിൽ പറഞ്ഞ്, എൻ്റെ ഡെലിവറിയാണ്, എനിക്ക് ഇൻ്റർവ്യൂ കിട്ടിയിരിക്കുന്നത്, ഡെലിവറി ഡേറ്റിന് കിട്ടിയാൽ എനിക്ക് വന്ന് പങ്കെടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ PSC ഓഫീസിൽ നിന്ന് അവരെ വിളിച്ച് പറഞ്ഞ്, അതൊന്നും ഞങ്ങൾക്ക് തിരക്കേണ്ട കാര്യമില്ല, നിങ്ങൾ എന്താണ് വിളിക്കണത്, നിങ്ങളുടെ ഡെലിവറി നോക്കിയിട്ടാണ് ഞങ്ങൾ ഡേറ്റ് ഫിക്സ് ചെയ്യണമെന്ന രീതിയിൽ സംസാരിച്ചു. പക്ഷേ അവൾ അമ്മയോട് പറഞ്ഞു, അമ്മേ ഡെലിവറി സമയത്താണ് ഡേറ്റ് എങ്കിൽ എനിക്ക് കിട്ടാൻ ചാൻസുള്ള ജോലിയാണ്, 90ാം റാങ്കാണ് ഞാൻ. പക്ഷേ അമ്മ ഡെലിവറി ഡേറ്റിലാണ് എൻ്റെ ഇൻ്റർവ്യൂ ഡേറ്റ് വന്ന് ഞാനങ്ങനെ എഴുന്നേറ്റ് പോകുമെന്ന് ചോദിക്കും. അമ്മ എന്തെന്നറിയുമോ, പിറ്റേ ആഴ്ച വെച്ച് കൊടുത്ത ഇൻ്റർവ്യൂ അവൾ ജോലിക്ക് കയറി. സൂപ്പർ സാക്ഷിയോടെ. അത് ഗ്രേസാണ്. അത് ദൂതനെ അയച്ചില്ലെന്ന്. ഇവർ ദൂതനെയാണല്ലോ വിളിച്ചത് PSC ഓഫീസിലേക്ക് എന്നെ സഹായിക്കാൻ. മീഡിയേറ്ററെ വെച്ചില്ല, ഞാൻ തന്നെയാണ് നിന്നെ സഹായിച്ചതെന്ന്. അപ്പോൾ ഇങ്ങനെ കുറേ സംഭവങ്ങൾ ജീവിതത്തിലുണ്ട്. അതായത് ദൈവം നേരിട്ട് വരണത് അത് ഓർക്കണം നമ്മൾ. അതാ സങ്കീർത്തനം 143:5 വായിച്ചേ. കഴിഞ്ഞ കാലങ്ങൾ ഞാൻ ഓർക്കുന്നു. കഴിഞ്ഞ കാലങ്ങൾ ഞാൻ ഓർക്കുന്നു. അവിടുന്ന് ചെയ്ത സങ്കീർത്തനം ഓർക്കണാണേ. അവിടുന്ന് ചെയ്ത എല്ലാ കാര്യങ്ങളെയും കുറിച്ച് ഞാൻ ധ്യാനിക്കുന്നു. അതായത് ധ്യാന വിഷയമാണത്. അല്ല ചുമ്മാ ഓർത്ത് കളയാനുള്ളതല്ല. ഇടയ്ക്കിടയ്ക്ക് ഓർത്ത് ധ്യാനിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തണം നമ്മൾ. അവിടുത്തെ ശക്തമായ പ്രവൃത്തികളെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നു. അപ്പം ഇടയ്ക്കൊക്കെ കഴിഞ്ഞ കാലങ്ങൾ ഓർക്കണം. ഞാൻ ഇടയ്ക്കൊക്കെ അങ്ങനെ ഓർക്കാറുണ്ട്. കാര്യം ഞാൻ ജീവിതത്തിൻ്റെ എല്ലാ അറ്റങ്ങളിലൂടെയും എല്ലാ കാലാവസ്ഥകളിലൂടെയും കടന്നു വന്നതാണ്. ഇപ്പം നമുക്ക് സംസാരിക്കേണ്ട കാര്യം അതില്ലാത്തതുകൊണ്ട് സംസാരിക്കുന്നതാണ്, സമയമില്ലല്ലോ. പക്ഷെ എന്നാലും ഞാൻ സെമിനാരിൽ പോണതിന് എൻ്റെ അപ്പം മരിച്ചു കഴിഞ്ഞിട്ട് എന്നെ കൊണ്ടുപോയാക്കാൻ പോലും എനിക്ക് ആരും എൻ്റെ കൂടെ വന്നില്ല. ഞാൻ ആ നിക്കർ വിട്ട് സർട്ടിഫിക്കറ്റ് പിടിച്ച് പോയതാണ് സെമിനാരിൽ ചേർന്നത്. അപ്പോൾ അന്ന് ആരുണ്ടായിരുന്നു? ആരുമില്ലല്ലോ. എന്നെ ആരുമില്ല, ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ കൂടെ വരാൻ ആ സമയത്ത് ആരുമില്ല. പിന്നെന്താ, ദൈവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ കാലങ്ങൾ നീ ഓർക്കണമെന്ന് പറയുന്നത്. ദൈവം, എൻ്റെ മക്കളെ, നിങ്ങളെപ്പോഴും ദൈവത്തെ മറക്കരുത്. വേറെ ഒന്നും ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നില്ല. കഴിഞ്ഞ കാലത്ത് നിന്നെ സന്ധിച്ച ദൈവം തന്നെ ഇന്നും ജീവിച്ചിരിക്കുന്നു. നമ്മളതുകൊണ്ട് എല്ലാത്തിനെയും നമ്മൾ അതിജീവിക്കും. എന്താണ്? നമ്മുടെ ദൈവം മരണത്തെ അതിജീവിച്ചവനാണ്. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഓർമ്മയെ ആചരിക്കുമ്പോൾ എന്താ സംഭവിക്കണത്? അവൻ്റെ മഹത്വത്തിന് ഉപരിമഹത്വം നമ്മൾ കരയേറ്റുകയാണ് ചെയ്യണത്. മനസ്സിലായോ? ഓർമ്മയെ ആചരിക്കണമെങ്കിൽ എന്തൊക്കെ വേണം? ദൈവിക പുണ്യങ്ങൾ വേണം, വിശ്വാസം വേണം, പ്രത്യാശ വേണം, ദൈവസ്നേഹം വേണം. ഇതിൻ്റെ കൂടി ഒരു സിംഗിൾ ആപ്പാണ് ഓർമ്മ എന്ന് പറയണത്. ഓർമ്മ സംഭവമാണ്. ക്രിസ്ത്യാനിറ്റി നിൽക്കുന്നത് ഒറ്റ വാക്കിലാണ്, ഓർമ്മ. ഓർമ്മയെ ആക്ടിവേറ്റ് ചെയ്യുമ്പോഴാണ് അടയാളം കാണുന്നത്. കൈയടിച്ച് കർത്താസ്വലിയ. മഹത്വം മഹത്വം യേശുവിന്, മഹത്വം മഹത്വം യേശുവിന്. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിന്. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിന്.
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ഓർമ്മയെ ആചരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അവൻ്റെ സാന്നിധ്യം സംലഭ്യമാകുന്നു. ഓർമ്മ ആചരിക്കുമ്പോൾ എങ്ങനെയാണ് ഓർമ്മ ആചരിക്കണത്? അവൻ്റെ മരണം പ്രഖ്യാപിക്കുക. എന്തിൻ്റെ മരണം? പരിഹാര മരണം. എന്തിനു വേണ്ടി? എൻ്റെ പാപത്തിന് എനിക്ക് പകരക്കാരനായി അവൻ മരിച്ചു. അവൻ്റെ മരണത്തിൽ പരിഹാര ബലിയിൽ അപ്പൻ പ്രസാദിച്ചു. അപ്പൻ്റെ പ്രസാദമാണ് കൃപ. കൈയടിച്ച് കർത്താൻ ഹല്ലേലൂയ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. പകരം എന്തു നൽകും ഞാനിനി? ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥന്. പകരം എന്തു നൽകും ഞാനിനി? ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥന്. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മൾ സ്വന്തം നില ഇപ്പോൾ നമുക്കറിയാമല്ലോ, കർത്താവിൻ്റെ വചനം മോശ വഴി നിയമം ഉണ്ടായി. പറഞ്ഞ് മോശ വഴി നിയമമുണ്ടായി. യേശു ക്രിസ്തു വഴി കൃപയും സത്യവും ഉണ്ടായി. അതാണ് യോഹന്നാൻ 1:16-17. മോശ വഴി നിയമം ഉണ്ടായി. പറഞ്ഞ് മോശ വഴി നിയമമുണ്ടായി. യേശു ക്രിസ്തു വഴി കൃപയും സത്യവും ഉണ്ടായി. അപ്പോൾ കൃപയും സത്യവും, കൃപ ആര് വഴി ഉണ്ടായതാ? അപ്പോൾ കൃപയെന്ന് പറഞ്ഞാൽ എന്നാ? പിതാവിൻ്റെ പ്രസാദമാണ് കൃപ, ഇല്ലേ? മത്തായി ശ്ലീഹായുടെ സുവിശേഷം 12:18. ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ, എൻ്റെ ആത്മാവ് പ്രസാദിച്ച എൻ്റെ പ്രിയപ്പെട്ടവൻ. മത്തായി ശ്ലീഹായുടെ സുവിശേഷം 12:18. ഒന്ന് പറഞ്ഞ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ, എൻ്റെ ആത്മാവ് പ്രസാദിച്ച എൻ്റെ പ്രിയപ്പെട്ടവൻ. അപ്പം പിതാവ് പ്രസാദിച്ചിരിക്കണ ആരിലാ? ഈശോയിൽ. ഈശോയുടെ എന്തിലാ? അവൻ്റെ മരണത്തിൽ. അവൻ്റെ മരണം എന്തിനു വേണ്ടിയാണ്? നമ്മുടെ പാപത്തിൻ്റെ പരിഹാരമായിട്ട്. വേറെ ഒരു പരിഹാരവും അപ്പന് മുതലാവത്തില്ല. അതൊന്നും പരിഹാരമല്ല എന്ന് അപ്പനെ അറിയാം. എന്താ കാര്യം? മനുഷ്യൻ ചെയ്ത പാപത്തിന് പരിഹാരം മനുഷ്യപ്രകൃതി തന്നെ നിറവേറ്റണം. പക്ഷെ മനുഷ്യന് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താണ്? അവൻ ദൈവത്തോടാണ് അപരാധം ചെയ്തത്. അപ്പോൾ പിന്നെ ദൈവം തന്നെ വന്ന് മനുഷ്യനായി മനുഷ്യപ്രകൃതി പരിഹാരം ചെയ്യുമ്പോൾ അപ്പൻ പ്രസാദിക്കും. അതാണ് കൃപ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇപ്പം നമ്മൾ നോമ്പ് കാലത്ത് കുരിശിൻ്റെ വഴി നടക്കത്തില്ലേ? അപ്പോഴൊക്കെ അറിയണം എന്താ ചെയ്യണമെന്ന്. ഓരോ കുരിശിൻ്റെ വഴിയും പാപപരിഹാരത്തിന് വേണ്ടി ചെയ്യുമ്പോൾ നമ്മൾ അവൻ്റെ മരണത്തെ പ്രഖ്യാപിക്കുകയാണ്. അവനോട് ഐക്യദാർഢ്യം പുലർത്തുകയാണ്. ജീസസ്, കർത്താവേ, നിൻ്റെ പീഡാനുഭവങ്ങളെ എൻ്റെയും ലോകത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയാണെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ആമേൻ, ആമേൻ യേശുനാഥാ. ആമേൻ, ആമേൻ ദൈവപുത്ര. ആമേൻ, ആമേൻ സർവശക്ത നിത്യപിതാവേ. ആമേൻ, ആമേൻ യേശുനാഥാ. ആമേൻ, ആമേൻ ദൈവപുത്ര. ആമേൻ, ആമേൻ സർവശക്ത നിത്യപിതാവേ.
കുരിശിൻ്റെ വഴികൾ ചില സമയത്ത് ആചാരം എന്നതിനേക്കാൾ ചിലപ്പോൾ നോൻപ് കാലത്ത് അനാചാരമായി മാറാറുണ്ട്. നോൻപ് കാലത്തെ ഞാൻ ഒരു 5 മണി മുതൽ രാത്രി, വൈകുന്നേരം 5 മണി മുതൽ രാത്രി 2 മണി വരെ ജനങ്ങളുടെ കൂടെ കുരിശിൻ്റെ വഴി നടത്തിയിട്ടുണ്ട്. ഒരു പ്രാവശ്യമല്ല, കുറേ കാലങ്ങൾ. അപ്പോൾ ഞാൻ ഇന്നൊരു ചേടത്തിനെ ഓർക്കും. ഇത് ജനപട്ടക്കാരുടെ പൊടിക്കൈ കഥകളല്ല, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ട കാര്യമാണ്. ഞാൻ കഥ പറയാറില്ല, നിങ്ങൾക്കറിയാമല്ലോ. എൻ്റെ കണ്ണുകൊണ്ട് കാണാത്ത ഒരു കഥയും ജനങ്ങളോട് സുവിശേഷ പ്രഭാഷണത്തിൽ പറയാറില്ല. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. പ്രസംഗം തമാശ പോലും പറയത്തില്ല. കർത്താവിൻ്റെ കുരിശ് മരണത്തിൻ്റെ ശക്തി പോകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇടയ്ക്ക് ഫലിതം പറയാത്തത്. നമ്മളെ ജീവിക്കുന്ന യാഥാർത്ഥ്യങ്ങളെയാണ് കണ്ണുകൊണ്ട് കാണുന്നതും കൈകൊണ്ട് സ്പർശിച്ച് മനസ്സിലാക്കുന്നതും. അപ്പോഴീ ചില സ്ഥലങ്ങളിൽ വരുമ്പോൾ നമ്മൾ വീട് വീഴാൻ തോറുമാണ് കുരിശിൻ്റെ വഴി നടത്തണതേ. ഒരു വീട് ഒരു സ്ഥലമാക്കി എടുത്തിട്ട് 14 വീടാകുമ്പോൾ നിർത്തും. അപ്പം നിങ്ങളൊക്കെ അങ്ങനെയല്ലേ ചെയ്യണത്. ഞാനത് 89 ചെയ്ത കാര്യമാണ് ഈ പറയണത്. അപ്പം കൂടെ വരും ഇങ്ങനെ കുടുംബ യൂണിറ്റുകാരെ. പക്ഷെ ചില വീട്ടിൽ കയറത്തില്ല അവർ. എന്താ കാര്യം? അവരുമായിട്ട് വഴക്കുള്ളത് കൊണ്ടാണ് കയറാത്തത്. 7-ാം സ്ഥലത്ത് കയറത്തില്ല, 7-ാം സ്ഥലത്ത് ചെടുത്ത് മുങ്ങും, 8-ാം സ്ഥലത്ത് പൊങ്ങും. പിന്നെയും 10ഉം 12ഒക്കെ വരും. അവർക്ക് ബുദ്ധിമുട്ടുള്ള വീടുകളിൽ അവർ കയറത്തില്ല. ഇങ്ങനെ കുരിശിൻ്റെ വഴികളുടെ എത്ര നോൻപുകൾ പോയിരിക്കുക. വീണ്ടും നോൻപ് വന്നിരിക്കുക. എൻ്റെ മക്കൾ കുരിശിൻ്റെ വഴി കർത്താവിൻ്റെ മരണത്തെ പ്രഖ്യാപിച്ച് കൃപ നേടുന്ന ജീവിത അനുഭവങ്ങളിൽ സംഭവിക്കുന്ന വിഷയങ്ങളെ അനുഷ്ഠാനങ്ങളിൽ അവതരിപ്പിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ആത്മീയ ശുശ്രൂഷകളിലെ മഹത്തരമാണ്. പക്ഷേ അർത്ഥം നഷ്ടപ്പെടരുത്. അർത്ഥം നഷ്ടപ്പെട്ട ആചാരം അനാചാരമായി മാറും. ഞാൻ ഇരുന്ന നാടുകളിലൊക്കെ ആൾക്കാർ രാത്രി വിളക്കും കത്തിച്ച് കുരിശിൻ്റെ വഴി നടത്തും. പക്ഷേ അതേസമയം തന്നെ ഇതുപോലെ കർത്താവിൻ്റെ കുരിശിനെ പ്രതി ജീവിതത്തിൽ യാഥാർത്ഥ്യങ്ങൾ വരുമ്പോൾ അതിനെ പുറംതിരിഞ്ഞ് നിൽക്കുമ്പോൾ ഈ വിളക്കും കത്തിച്ച് നടത്തിയാൽ തീപ്പിശാച്ച് പോണ പോലെ ഇരിക്കും. അത് അഭ്യാസം പോലെ ഒരാഘോഷം. കുരിശിൻ്റെ വഴിയൊക്കെ ഇപ്പോൾ ആഘോഷമല്ലേ. ആത്മവിശുദ്ധീകരണത്തിൻ്റെ ആചാരങ്ങൾ ആഘോഷങ്ങളിലേക്ക് പോകുമ്പോൾ ചിരിക്കുന്ന ഒരാളുണ്ട്. അവൻ്റെ പേരാണ് പിശാച്. അവനും വിശ്വസിക്കുന്നുണ്ട് ദൈവത്തിലെന്നാണ് വിശുദ്ധ ഗ്രന്ഥം പറയണത്. ചുമ്മാല്ലേ, അവനും വിശ്വസിക്കുന്നുണ്ട്. അർത്ഥം നഷ്ടപ്പെട്ട ആചാരങ്ങൾ നടക്കുമ്പോൾ ചിരിക്കുന്ന ആളുടെ പേരെന്താണ്? പിശാച്. അവൻ്റെ പ്രത്യേകത എന്താ? അവനും വിശ്വസിക്കുന്നു ദൈവത്തിലെന്ന്. യേശു ഏകരക്ഷകനാണെന്ന് അവനെ അറിയാവുന്നതാണ് കർത്താവിൻ്റെ വചനം പറയണത്. യാക്കോബ് 2:19. പിശാച് ദൈവത്തിൽ വിശ്വസിക്കുന്നു, ദൈവം ഏകനാണെന്ന് അവനെ അറിയാവുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ പിന്നെ നമ്മുടെ വിശ്വാസത്തിന് എന്താണ് പ്രത്യേകത? അവിടെയാണ് വിഷയം. ഇപ്പം പിശാച് ദൈവത്തിൽ വിശ്വസിക്കുന്നു, അപ്പം നമ്മളും വിശ്വസിക്കുന്നു. അപ്പം നമ്മളും പിശാചും തമ്മിൽ പിന്നെ എന്താ വ്യത്യാസം? പിശാച് നമ്മൾ സാരി ഉടുത്തിട്ടുണ്ട്, പാൻസ് ഇട്ടിട്ടുണ്ട്, ഇതേ സ്റ്റോൾ വിട്ടിട്ടുണ്ട്. പിശാച് സാധനം ഇട്ടിട്ടില്ല. അത്രേ ഉള്ള വ്യത്യാസം. പിശാചും നമ്മൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. പിശാച് കർത്താവിൻ്റെ വചനം പറയണത് യാക്കോബ് 2:19 എന്താ പറയണത്? പിശാച് ദൈവത്തിൽ വിശ്വസിക്കുന്നു, ദൈവം ഏകനാണെന്ന് വിശ്വസിക്കുന്നു, ഭയന്ന് വിറക്കുന്നു. പിന്നെ നമ്മുടെ വിശ്വാസം തമ്മിലുള്ള വ്യത്യാസം എന്താ? ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. ഒറ്റ വ്യത്യാസമേ ഉണ്ടാകാൻ പാടുള്ളൂ. എന്താണ്? പിശാച് ദൈവത്തിൽ വിശ്വസിക്കുന്നു, യേശു ഏകരക്ഷകനാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. അതിലെ അവന് ഭയം. അതിലെ പിന്നെ ഭയണ്ട കാര്യമില്ലല്ലോ. യേശുവിനെ ഭയമല്ലേ അവനെ? യേശു ഏകരക്ഷകനായതുകൊണ്ട് ദൈവത്തെ അവന് ഭയമല്ലേ? അവൻ ഭയക്കണത് എന്താണ്? വിശ്വസിക്കുന്നത് കൊണ്ടാണ്. പക്ഷേ നമ്മൾ അവനും തമ്മിൽ വ്യത്യാസം എന്താ? അവൻ ഏകരക്ഷകനാണെന്ന് വിശ്വസിക്കുന്നുണ്ട്, പക്ഷേ ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞു മനസ്സിലായ? ദൈവത്തെ മഹത്വപ്പെടുത്തി പിശാച് ജീവിക്കണില്ല. അപ്പം നമ്മളും ദൈവത്തെ മഹത്വപ്പെടുത്തണില്ല എന്നുണ്ടെങ്കിൽ വി വിൽ ബി എക്സാക്ട്ലി സൈറ്റൻ. നമ്മളും താനപ്പുറയെ പോകും. വേറെ കുഴപ്പമില്ല. ഈ നോൻപുകാലത്ത് ചിന്തിക്കേണ്ട കാര്യമാണ്. നമ്മുടെ ജീവിതം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്ന് വെച്ചാൽ എന്താണ്?
കൃപ ലഭിക്കാത്ത ഒരു ഏർപ്പാടും മഹത്വമായി കണക്കാക്കാൻ പറ്റത്തില്ല. പറഞ്ഞു മനസ്സിലായ? അനുഗ്രഹമല്ലേ, മകളെ കെട്ടിക്കണത്, IELTS പാസ്സാകുന്നതും കാനഡയിൽ വീട് മേടിക്കണമൊക്കെ അനുഗ്രഹമാണ്. പക്ഷെ കൃപ ലഭിക്കാത്ത ഒരു വിഷയവും ദൈവത്തെ മഹത്വമായിട്ട് കണക്കാക്കാൻ പറ്റത്തില്ല. കൃപ ലഭിക്കുന്നത് എങ്ങനെയാണ്? അവൻ്റെ മരണത്തെ പ്രഖ്യാപിക്കുമ്പോഴാണ് കൃപ ലഭിക്കണത്. പറഞ്ഞു മനസ്സിലായില്ലേ? അത് അവൻ്റെ മരണത്തെ പ്രഖ്യാപിക്കണത് എപ്പോഴാണ്? അവൻ്റെ ഓർമ്മ ആചരിക്കുമ്പോൾ. ഓർമ്മ ആചരിക്കണത് ആരാണ്? അവനോട് സ്നേഹമുള്ളവരെ, വിശ്വാസമുള്ളവരെ, അവൻ്റെ പ്രത്യാഗമനത്തിൽ പ്രത്യാശയുള്ളവരെ കൈയടിച്ചു കരുതാണ്. ഹല്ലേലൂയ. ആമേൻ ആമേൻ യേശുനാഥാ, ആമേൻ ആമേൻ ദൈവപുത്ര, ആമേൻ ആമേൻ സർവശക്ത നിത്യപിതാവേ, ആമേൻ ആമേൻ യേശുനാഥാ, ആമേൻ ആമേൻ ദൈവപുത്ര, ആമേൻ ആമേൻ സർവശക്ത നിത്യപിതാവേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരും ആരാധനയും സ്തുതിയും പൊഴിച്ചുണ്ടായിട്ട്. അപ്പോൾ ഓർമ്മ ആചരിക്കുന്നത് എങ്ങനെയാണ്? അവൻ്റെ മരണത്തെ പ്രഖ്യാപിച്ചുകൊണ്ട്. അവൻ്റെ മരണത്തെ പ്രഖ്യാപിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവൻ്റെ മരണം എൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, സ്നേഹിക്കുന്നു, പ്രത്യാശിക്കുന്നു. അപ്പോൾ അവൻ്റെ നാമത്തെ നമ്മൾ മഹത്വപ്പെടുത്തുന്നു. പ്രൈസ് ദി ലോർഡ്. അവൻ്റെ നാമം മഹത്വപ്പെട്ട് കഴിയുമ്പോൾ ആ കൃപ, അവൻ വഴി നേടിയെടുത്ത കൃപ നമുക്ക് ലഭിക്കുന്നു. പിടികിട്ടിയോ? അതിനാണ് നമ്മൾ, ആ കൃപ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ കീരലായുസം പാടുന്നത്. കീരിയേ എന്നുവെച്ചാൽ കർത്താവേ കനിയണമേ. എന്തിനാണ്? അങ്ങ് നേടിയെടുത്ത കൃപയുടെ ഒരു പങ്ക് ഞങ്ങൾക്ക് നൽകണമേ. അതാണ് കുർബാനയിൽ പറയുന്നില്ലേ, കർത്താവേ കനിയണമേ. പറഞ്ഞേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ. ശ്രുതികടെ കർത്താവേ കനിയണമേ പാടുന്നു. നമ്മൾ ഒരുമിച്ച് പാടുന്നു. കർത്താവിൻ്റെ കൃപ നമുക്ക് ലഭിക്കാൻ പോകുന്നു. ശ്രുതികടെ ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ.